ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി വളരെയധികം സംസാരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്, AGI എന്ന് പേരിട്ടിട്ട്, ആൻഡ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ASI. ഒരു 3 മാസം മുമ്പ് AGIയും ASIയും എത്ര കൊല്ലമെടുക്കും, 2030 മുമ്പ് എത്തുമോ, 2040 ആവുമോ എന്നുള്ള സംശയമായിരുന്നു. ഇന്ന് ഇപ്പം നമ്മൾ പറയുന്നത് 3 മാസം കാലയളവിന് ശേഷം ഇപ്പോൾ AGI ആയിക്കഴിഞ്ഞു എന്നാണ്. ഈ മാറ്റങ്ങളെപ്പറ്റി ഒരു ആവറേജ് എഡ്യൂക്കേഷനുള്ള ഒരാൾ എങ്ങനെ മനസ്സിലാക്കണം? സ്പെഷ്യലിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള ഒരു ചിന്ത, അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇതിന് ആർട്ടിഫിഷ്യൽ ഡീപ്പർ ഇൻ്റലിജൻസ് എന്ന് പേരിട്ടേനെ, പക്ഷേ അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അതിന് സ്റ്റേജ് 1, സ്റ്റേജ് 2, 3 ആസ് തിങ്സ് ഡെവലപ്പ് അതിനെ കൂട്ടിക്കൊണ്ടു പോകാമല്ലോ. അപ്പോൾ ലോകത്തിലുള്ള ഡിജിറ്റലി റെക്കോർഡ് ചെയ്യപ്പെട്ട എല്ലാ ഇൻഫർമേഷനെയും വളരെ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി അനലൈസ് ചെയ്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ സംശയങ്ങൾക്ക് സ്പഷ്ടമായ മറുപടി തരാൻ കഴിയുന്ന ഒരു സംരംഭം എന്ന് വേണം ഇതിനെപ്പറ്റി പറയാൻ. അഡ്വാൻറ്റേജ് ഒരു ലൈബ്രറി അല്ല, ഓൾ ദ ലൈബ്രറീസ് ഇൻ ദ വേൾഡ്, എനിത്തിങ് ഡിജിറ്റലി റെക്കോർഡ് ചെയ്ത എല്ലാം അതൊരു അപാരമായ കഴിവല്ലേ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുമ്പിൽ തരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ എല്ലാ ഏരിയാസിലും, മെഡിസിൻ, എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റണ്ണിങ് എ ഫാക്ടറി, യു നെയിം ഇറ്റ്, ദർ ഈസ് എ ക്വാളിഫൈഡ് ആൻസർ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ മുമ്പിൽ സമ്മാനിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മുടെ ചോദ്യങ്ങളെ വാക്കനുസരിച്ചിട്ടല്ല, നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നതും കൂടി മനസ്സിലാക്കി മറുപടി പറയാൻ പറ്റും. നമ്മുടെ വാക്കുകളിൽ ക്ലിയർ അല്ലാതിരുന്ന ആ ചോദ്യത്തിൻ്റെ ഉള്ളിലത്തെ ഐഡിയ, അതിനുള്ള മറുപടി അത് തരാൻ പറ്റും. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ നമ്മൾ എന്ത് ഒരുപക്ഷെ ഇനി ചോദിക്കാൻ പോകുന്നത് എന്നുകൂടി കണക്ക് കൂട്ടി അതിനും കൂടി മറുപടി പറയാൻ കഴിയും. ദാറ്റ് ഈസ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഈ ഏരിയയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. പക്ഷേ ചൈനയും അമേരിക്കയുടെ കഴുത്തിലേക്ക് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, അതായത് ഒപ്പം എത്തിയെന്നർത്ഥം. എന്ന് മാത്രമല്ല, ചില ഏരിയാസിൽ അമേരിക്കയുടെ മുമ്പിലായിട്ടുണ്ട് ചൈന. സൂക്കർബർഗും അങ്ങേരെ ഭാര്യയും കൂടി തുടങ്ങി വെച്ച ഒരു കമ്പനി അടുത്ത ഒരു വർഷത്തിന് മുമ്പിൽ ഒരു പക്ഷേ ലോകത്തിലുള്ള 1000 സുഖക്കേടുകൾക്ക്, ഡിസീസസ്, അതിനുള്ള കൃത്യമായ മറുപടി കണ്ടുപിടിക്കും. അപ്പോൾ ഇതേവരെയുള്ള അറിവ് മാത്രമല്ല, പല ഏരിയാസിലും അറിവിനെ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോയി പല ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകും എന്നർത്ഥം. അടുത്ത 2-3 കൊല്ലം മുമ്പ്. അപ്പോൾ മനുഷ്യൻ്റെ അത്രയുള്ള ബുദ്ധി, മനുഷ്യനെക്കാട്ടിലും കൂടുതലുള്ള ബുദ്ധി എന്ന് പറയുന്നത് കിട്ടുന്ന ഇൻഫർമേഷൻ അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്നുണ്ടാക്കുന്ന നിഗമനമല്ലേ. അപ്പോൾ ഇൻഫർമേഷൻ ലോകത്തുള്ളതെല്ലാം കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനെ വളരെ വേഗം അനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ വളർന്നു വരുന്ന ബുദ്ധി നമ്മളെക്കാട്ടിലും എത്രയോ മുമ്പിലായിരിക്കും. ആ ടിപ്പിംഗ് പോയിന്റ് കടന്നു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. മൂർസ് ലോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ ചിപ്സൊക്കെ വരുമ്പോൾ 1.5 കൊല്ലം കൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി ഡബിളാവുന്നു. അതിപ്പോൾ എത്രയോ കൊല്ലമായി. ഇപ്പോൾ മൂർസ് ലോ അങ്ങനെ ഡബിളാവുന്നത് 3-4 കൊല്ലം കൂടുമ്പോഴാണ്. അപ്പോൾ മൂർസ് ലോയിൻ്റെ ഭരണം മുമ്പിലേക്കുള്ള ആ പോക്ക് തീരാറായെന്ന് വേണം മനസ്സിലാക്കാൻ. അതിനു പകരമായിട്ട് ഇപ്പോൾ വരുന്നത് AI ലോ എന്ന് പറഞ്ഞുള്ളതാണ്. അത് ഇന്ന് 8-9 മാസമാകുമ്പോഴേക്കും കപ്പാസിറ്റി ഡബിളാവുന്നു. എന്ന് മാത്രമല്ല, ഓരോ കൊല്ലം കഴിയുമ്പോഴും ഇൻ്റലിജൻസിൻ്റെ വില 40 മടങ്ങ് ചുരുങ്ങുന്നു. ഐ റിപ്പീറ്റ്, 40 മടങ്ങ് വില കുറയുന്നു. അതാണ് ഇന്നത്തെ ലോകം. ചാറ്റ് ബോക്സ് എന്ന് തുടങ്ങിയിട്ട് റീസണിങ് ബോക്സസ് എന്നുള്ള പോലെ വളരെ കോംപ്ലക്സ് ആയ പ്രോട്ടീൻസ്, അവ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള അറിവ്. അപ്പോൾ പല ഫീൽഡ്സിലും നമ്മുടെ ചിന്തയും അറിവും എത്രയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് സോ മച്ച് ചീപ്പർ ടു ഡു ദാറ്റ്. അതാണ് വ്യത്യാസം ഇപ്പോൾ ഉള്ളത്. ആർട്ടിഫിഷ്യൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ
ഇത് ലോകത്ത് ഇതേവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പരിവർത്തനമാണ്. ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള ചിലവും കൂടിയാവും. അതുകൊണ്ട് ഒരു കൊല്ലം $17.5 ട്രില്യൺ വരെ വാല്യൂ കൂടുതലുണ്ടാകുമെന്നും കരുതുന്നു. ഇങ്ങനത്തെ ഒരു സംഭവം ഒരിക്കലും മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ മാറ്റത്തെ മനസ്സിലാക്കുന്നതും അതിൻ്റെ ലോകം വരുമ്പോൾ അവിടെ നഷ്ടപ്പെട്ട് ആകാശത്ത് നോക്കുന്ന ഒരാളായി മാറാതിരിക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. അവിടെയാണ് ശ്രദ്ധ പോകേണ്ടത്. ഒരുപക്ഷെ ഇത് കുറേയും കൂടി ചെറുപ്പക്കാരെ, 25 വയസ്സ് വരെയുള്ള ആൾക്കാരെ, 35-40 വയസ്സുള്ള വരെയുള്ള ആൾക്കാരെ, അവരെയാണ് കൂടുതൽ സ്വാധീനിക്കുക. 60-70 അതിനും മുകളിലുമുള്ള വയസ്സുള്ള ആൾക്കാരിൽ പലർക്കും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്ന് വന്നേക്കാം. അതും ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അതേ സമയത്ത് ഇന്ന് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് വയസ്സന്മാരാണ്. അല്ലെങ്കിലും ഏതാണ്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് വയസ്സായ ആൾക്കാരാണ്. ദാറ്റ് ഹാസ് ടു ചേഞ്ച്. ഇറ്റ് വിൽ ചേഞ്ച്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് ഇമ്മെൻസ് എനർജി റിക്വയർമെൻ്റ് ആണ്. ഒരു പുരോഗമിച്ച സംസ്കാരത്തിൻ്റെ അളവെന്താണ്? ഇസ് ദ എനർജി ദാറ്റ് ഇറ്റ് യൂസസ്. നമ്മളെയും കാട്ടിലും 5 ഇരട്ടി എനർജിയാണ് ചൈന ഇന്നുണ്ടാക്കുന്നത്. നമ്മുടെ 4/1 എന്ന് പറയാം അത്ര ജനസംഖ്യയുള്ള അമേരിക്ക നമ്മുടെ ഇരട്ടി എനർജി ഉണ്ടാക്കുന്നു. അതായത് അമേരിക്കയിൽ പെർ ക്യാപിറ്റ എനർജി കൺസംഷൻ നമ്മളെയും കാട്ടിലും 8 ഇരട്ടിയോളം കൂടുതൽ. ഇന്ത്യയിൽ എനർജി ഉൽപ്പാദനത്തിന് ഇപ്പോൾ നമുക്കുള്ള പ്ലാന്റ്സ് അതിനെ എല്ലാം മുഴുവനായിട്ട് റീഅഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ കൂട്ടാൻ പറ്റുമായിരിക്കാം. കോൾ ബേസ്ഡ്, ഗ്യാസ് ബേസ്ഡ് നമുക്ക് പറ്റിയ സാധനമല്ല. കോൾ ബിക്കോസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് വി ഹാവ് ടു ഇമ്പോർട്ട് ഇറ്റ് ഓൾ. ഒരുപക്ഷെ ന്യൂക്ലിയർ മൈറ്റ് ബി ദ ആൻസർ. ഇപ്പോഴുള്ള ഫിഷൻ ടെക്നോളജിക്ക് പകരം ഫ്യൂഷൻ ടെക്നോളജീസ് ഇവോൾവ് ചെയ്ത് വന്നാൽ തിങ്സ് വുഡ് ബി ഈസിയർ ഫോർ അസ് ബിക്കോസ് ഓഫ് തോറിയം. എന്താ വരുന്നതെന്ന് നോക്കിക്കാണാം. ചൈനയിൽ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റിയുടെ ആവശ്യം 200 ടെറാവാട്ട്സിൽ നിന്ന് 800 ടെറാവാട്ട്സിലേക്ക് മാറുമെന്ന് പറയുന്നു. ടെസ്ല 2028 ആകുമ്പോഴേക്കും 100 ഗിഗാവാട്ട്സ് ഇലക്ട്രിക് പവർ ഡൊമസ്റ്റിക്കലി ഉൽപ്പാദിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസിഷൻ ടു ഇലക്ട്രിക് ടെക്നോളജീസ്, അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, ഓട്ടോമേഷൻ, ഇതെല്ലാം ഒരു ക്വാണ്ടം ലീപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. വികസിത രാജ്യങ്ങളിൽ അതാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യക്കും അതിൻ്റെ ഒപ്പം എത്തണമെങ്കിൽ ആ ഒരു റോഡേ ഉള്ളൂ. അതിനുള്ള വിഷനും സ്റ്റേറ്റ്മെൻറ്റ്ഷിപ്പും നമ്മുടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലീഡേഴ്സ് നമ്മളെ എലക്ട് ചെയ്ത് ആ പദവിയിൽ ഇരുത്തിയ അവർ കാണിക്കുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പോൾ സ്പേസ് ബേസ്ഡ് സോളാർ എന്നുള്ള ഐഡിയ പ്രാബല്യമായി വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള 22% സോളാർ എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോളാർ പാനൽസ് എന്നുള്ളത് 40-45 വരെ എത്തിയേക്കാം എന്ന് സയൻറ്റിഫിക് സർക്കിൾസിൽ ആഗ്രഹിക്കുന്നു. സ്പേസിൽ ആണെങ്കിൽ 24 മണിക്കൂർ പകൽ എന്നുള്ള രാത്രി എന്നുള്ള വ്യത്യാസമില്ലാതെ കുറേയും കൂടി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നു. ഡൈസൺ DYSON സ്വാം കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ഐഡിയ ഉണ്ട്. ഞാനത് വിവരിക്കുന്നില്ല. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പ്ലീസ് ലുക്ക് ഇറ്റ് അപ്പ്. എനർജി കഴിഞ്ഞ അടുത്ത ആവശ്യമുള്ള ഒരു ഏരിയ വേഫേഴ്സ് ആൻഡ് ചിപ്സ്. എൻ്റെ ഓർമ്മയിൽ 2002 AK ആൻ്റണി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ വൺ ഓഫ് ദ ഫേസ്റ്റ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നതിൽ ഞാൻ വേഫേഴ്സ് പ്രൊഡക്ഷനെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും നടന്നില്ല. ഇന്ത്യ തന്നെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ടാണ് ആ ഏരിയയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്. ഞാൻ പറഞ്ഞതിൽ നിന്ന് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യയിലിപ്പോൾ 10 ചിപ്സ് മാനുഫാക്ചറിങ് ഫാക്ടറീസ് ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. ആ ഏരിയയിലുള്ള 2 നാനോമീറ്റർ ചിപ്സ് വരെ ഉണ്ടാക്കാനുള്ള ശേഷി വിത്ത് ദ റൈറ്റ് പാർട്ട്നേഴ്സ് നമ്മൾക്ക് ഉണ്ടാകുമെന്ന് കരുതുന്നു. പക്ഷേ ലോകത്ത് നടക്കുന്ന വ്യവസ്ഥയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ആ ഏരിയയിലേക്ക് ഒരു വിരൽ വച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ.
എത്രയോ പുതിയ ഫാക്ടറീസ് ഇന്ത്യക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് എത്ര ഹ്യൂജ് എമൗണ്ട്സ് ചിലവാക്കേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അതിൽ വിശ്വസിച്ച് ഇൻ്റർനാഷണൽ ഫണ്ടിങ് ഇന്ത്യയിലേക്ക് വരേണ്ടി വരും. നമ്മുടെ മാത്രം കഴിവുകൊണ്ട് നമുക്ക് കാര്യമായൊരു കുതിപ്പുണ്ടാക്കാൻ പറ്റില്ല. ദാറ്റ്സ് എ ഫാക്റ്റ്. ഇന്ത്യ 10 പ്ലാൻ ചെയ്യുമ്പോൾ TSMC എന്നുള്ള കമ്പനി 20 പുതിയ പ്ലാൻസാണ് പ്ലാൻ ചെയ്യുന്നത്. ഫോക്സ്കോം എന്നുള്ള കമ്പനി 30 ഫാക്ടറീസ് ഓൾ ഓവർ ദ വേൾഡ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനുള്ളത് പ്ലാൻ ചെയ്യുന്നു. ലോകത്തിൽ ഇപ്പം തന്നെ ആൾമോസ്റ്റ് 800 ചിപ്പ് മാനുഫാക്ചറിങ് ഫാക്ടറീസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ എളിമയോടുകൂടി 10 ഫാക്ടറി ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കുന്നത്. 30 nm ഉള്ള ഒരു വേഫറിൽ ഇപ്പോൾ 70,000 ചിപ്സ് പ്ലാന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മന്ത്രി ഇതിനെപ്പറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂ, അതിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വേഫേഴ്സിൻ്റെ കപ്പാസിറ്റിയും അതിൽ എത്ര ചിപ്സ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാവുമെന്നും പറയുകയുണ്ടായി. These are not numbers that we ever dreamed about a decade ago, 5 years ago. The progress made is humongous. നമ്മൾ ക്ലൗഡിലാണ് പലതും സ്റ്റോർ ചെയ്യണേന്ന് പറയുമ്പോൾ ഇത് ഏത് ക്ലൗഡാണ്? അവിടെ കൃത്യമായ രൂപം പലരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലാക്കുന്നു. We are essentially talking about data centers. Data centers not necessarily in our country, elsewhere in the world. അതുകൊണ്ടാണ് ഡാറ്റാ സെൻറ്റേഴ്സിനുള്ള ഒരു കുതിപ്പ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. ഗ്രീൻലാൻഡിലത്തെ തണുപ്പും ഹ്യൂജ് ഹൈഡ്രോ പവർ കേപ്പബിലിറ്റിയും ലോങ്ങർ അവേഴ്സ് ഓഫ് സൺലൈറ്റും ഉള്ളത് കൊണ്ട് ഗ്രീൻലാൻഡ് ഈസ് എ ആപ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എ ലോട്ട് ഓഫ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുകയുണ്ടായി. എലാൻ മസ്ക് ഈസ് ടോക്കിംഗ് അബൌട്ട് ഡാറ്റാ സെൻറ്റേഴ്സ് ഇൻ സ്പേസ്. 20-30 കൊല്ലം കഴിയുമ്പോൾ ഡാറ്റാ സെൻറ്റർ അറൗണ്ട് ദ മൂൺ, അറൗണ്ട് വീനസ്, അവിടേക്കായിരിക്കും നിങ്ങളെപ്പറ്റിയുള്ള മുഴുവൻ ഡിജിറ്റൽ ഇൻഫർമേഷനും അയക്കപ്പെടുന്നത്. അവിടെയായിരിക്കും നിങ്ങളുടെ ഡിജിറ്റൽ എക്സിസ്റ്റൻസ് തുടരുന്നത്. ഫിസിക്കൽ ബോഡി നശിച്ചു പോയാലും മരണപ്പെട്ടാലും യു വിൽ പോസിബിളി കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ എ ഡിജിറ്റൽ ഫോം. മൈക്രോസോഫ്റ്റിൻ്റെയും ഇൻ പാർട്ട്ണർഷിപ്പ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന സ്റ്റാർഗേറ്റ് എന്നുള്ള ഡാറ്റാ സെൻറ്ററിന് ദേ പ്ലാൻ ടു സ്പെൻഡ് $100 billion. അപ്പോൾ ലോകത്ത് ഉണ്ടാക്കുന്ന വലിയ വലിയ ഡാറ്റാ സെൻറ്റേഴ്സിന് ചിലവാക്കപ്പെടേണ്ട തുക ഈസ് ആബ്സല്യൂട്ട്ലി ഫ്ലാബഗാസ്റ്റിംഗ്. ഈ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ട എനർജി ഉണ്ടാക്കാനായിട്ട് അതിനെപ്പറ്റി പരിതസ്ഥിതിക്കാർ ബഹളം കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഡാറ്റാ സെൻറ്റർ ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ട എനർജി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രകൃതിക്ക് പറ്റുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ ഈ ഡാറ്റാ സെൻറ്റർ കൂൾ ചെയ്യാനുള്ള വെള്ളം നിങ്ങൾ എവിടെ നിന്ന് എടുക്കും? ദ ഹ്യൂമൻഗസ് എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് യു നീഡ്, അതിനെപ്പറ്റിയുള്ള ബഹളം. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം മറുപടി കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്ത്യ 10 GW 2030 ആകുമ്പോഴേക്കും ഡാറ്റാ സെൻറ്റേഴ്സ് അത്രയ്ക്ക് ഉണ്ടാക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ 4 തവണ കുറഞ്ഞ പോപ്പുലേഷനുള്ള അമേരിക്കയിൽ ഇപ്പോൾ തന്നെ 130 GW ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ട്. 2030 ആകുമ്പോഴേക്കും നമ്മളെവിടെയായിരിക്കും, അവരെവിടെയായിരിക്കും? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഐ ഫീൽ ഹംബിൾഡ്. GPUs are now designed by NVIDIA, AMD and Intel. Lisuan and Huawei are the Chinese ones. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് NVIDIA, TSMC, സാംസങ്, ഹ്വാവേ, ഗൂഗിൾ അങ്ങനെയുള്ള കുറേ കമ്പനികളാണ്. 251 മില്യൺ PC സ്കെയിൽ GPUs 2024 ഷിപ്പ് ചെയ്യപ്പെട്ടിരുന്നു. ഡാറ്റാ സെൻറ്റർ GPUs are fully populated. 8 GPU server packs weigh about 2 tons. അതിൽ 1.5 million പാർട്സ് ഉണ്ട്. ആൻഡ് ദേ കോസ്റ്റ് അബൌട്ട് $3 million. ഇങ്ങനത്തെ ആയിരക്കണക്കിന് GPUs ആണ് ഒരു ഡാറ്റാ സെൻറ്ററിൽ ഉണ്ടാവുന്നത്, ഉപയോഗിക്കപ്പെടുന്നത്. ഇന്ത്യയിലിപ്പോൾ 80,000 GPUs ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ സംഖ്യ 4 മില്യണോളം ആക്കാമെന്നാണ് 2030 ആകുമ്പോഴേക്കെങ്കിലും ആഗ്രഹം. ഡാറ്റാ സെൻറ്റർ കൊളോസസ് ഇറ്റ് യൂസസ് 100,000 GPUs. 2040 ആകുമ്പോഴേക്കും
GPUസിൻ്റെ മാർക്കറ്റ് 3 ട്രില്യൺ ആകുമെന്നാണ് കണക്ക്. 2 നാനോമീറ്റർ സ്റ്റാൻഡേർഡ് വിൽ സൂൺ ബിക്കം സ്റ്റാൻഡേർഡ്. അടുത്ത ഏരിയ AI മോഡൽസ് ആണ്. AI മോഡൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ട്രെയിൻഡ് ഓൺ മാസീവ് ഡാറ്റ ടു റെക്കഗ്നൈസ് പാറ്റേൺസ്, make predictions, or generate new content. They act as the engines for intelligent automated decision making. ML machine learning, ML എന്ന് പറയുന്നത് machine learning, deep learning or DL, natural language processing, NLP, ProLearn LLMs, ഇപ്പോൾ VL, JEPA, ഇതെല്ലാം it is redefining vision language architecture with joint embedding prediction. അവിടെയാണ് ഈ ടെക്നോളജീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് ആൻഡ് ആസ് ഓഫ് നൗ ദ ലാസ്റ്റ് ലെയർ ഈസ് ദ ആപ്ലിക്കേഷൻ ലെയർ. ഇതാണ് AI ടെക്നോളജിയുടെ ടോപ്പ് സ്റ്റാക്ക് where economic benefits will happen. ഇവിടെ models are integrated into functional software to deliver actionable industry specific solutions. ഈ നാലാമത്തെയും അഞ്ചാമത്തെയും ഏരിയാസിൽ China possibly has caught up with US and it is marching forward. അതൊരു സത്യമാണ്. പലരും അത് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി. ലോകത്തിലത്തെ ഏറ്റവും നല്ല ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് 1, 2, 3 ഇപ്പോൾ ചൈനയിലാണ്, അമേരിക്കയിലല്ല എന്നറിയാമല്ലോ. Every enterprise, every office, every step forward by government can now be using the immensely qualified assistance that AI can render. അതിനുള്ളൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഫണ്ടിങ് വിൽ കം ഇൻ. ലോക്കൽ ആൻഡ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ വർക്ക്സ് ലൈക്ക് ദാറ്റ്. അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ വന്നപ്പോൾ വി റെസിസ്റ്റഡ് ദാറ്റ്, അറ്റ്ലീസ്റ്റ് മെനി ഡിഡ്. കമ്പ്യൂട്ടറൈസേഷൻ ഓഫീസസിൽ വന്നപ്പോൾ വി റെസിസ്റ്റഡ് ദാറ്റ്, മെനി ഡിഡ്. ഇനി വരുന്ന IT റെവല്യൂഷൻ, AI റെവല്യൂഷൻ, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കരുത്. പ്രോഗ്രസ് ഇല്ലാണ്ടായി പോവും. എന്നു മാത്രമല്ല ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മളെയും കാട്ടിലും അതിവേഗത്തിൽ എത്രയോ മുമ്പിൽ എത്തുകയും ചെയ്യും. വി വിൽ നെവർ ക്യാച്ച് അപ്പ് ആഫ്റ്റർ ദാറ്റ്. ഇപ്പോൾ തന്നെ ലോകത്തുള്ള 86% ഡാറ്റാ സെൻറ്റേഴ്സ് ആർ ഇൻ ദ US. ചൈന വളരെ വേഗം മുമ്പിലേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ള സൗത്ത് കൊറിയ, ജപ്പാൻ, റഷ്യ, യൂറോപ്പ്, ദേ ആർ ട്രൈങ് ടു ഡു ദെയർ ബിറ്റ്. ഇന്ത്യക്കും നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഈ AI റെവല്യൂഷൻ നാളെ വരാനുള്ളതല്ല. ഇറ്റ് ഈസ് ഹിയർ, ഇറ്റ് ഈസ് നൗ. നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും കാർഡിനലായിട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ യൂത്ത് അതിന് തയ്യാറാകണം. അവരെ തയ്യാറാക്കേണ്ടത് സിസ്റ്റത്തിൻ്റെ ആവശ്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്.